ഞാൻ സഞ്ജു വി സാമുവൽ, ഈ സിനിമയുടെ ഡയറക്ടറാണ്. എൻ്റെ സ്വദേശം ചീമേനി, പയ്യന്നൂർ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ യെസ്, മാരീഡാണ്. വൈഫിൻ്റെ പേര് അഞ്ജന. ഓക്കെ, ദെൻ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ മൂവി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഓം ശാന്തി ഓശാനയായിരുന്നു. അതിൻ്റെ ഡയറക്ടർ എൻ്റെ ഗുരു ജൂഡ് ആൻ്റണി ജോസഫ് സാർ ഇവിടെ ഉണ്ട്. പിന്നെ അടുത്ത സിനിമ സെക്കൻഡ് ക്ലാസ് യാത്രയായിരുന്നു. അതിനുശേഷം അമർ അക്ബർ അന്തോണി. ഈ 3 സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഡ്യൂസറാണ്. അത് ആൽവിൻ ആൻ്റണി ആണ്. അദ്ദേഹം അനന്യ ഫിലിംസിൻ്റെ ബാനറായിരുന്നു. ശേഷം ഞാൻ ആദ്യമായി ചെയ്യുന്ന സിനിമ കപ്പ്. അതിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ ഒരു സിനിമയിലേക്ക് ഒരു പ്രൊഡ്യൂസറും കൂടെ വരികയാണ്, അതായത് ആൽവിൻ ആൻ്റണി സാറിൻ്റെ വൈഫ് ഏഞ്ചലീന മേരി. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ നിങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് സന്തോഷം എല്ലാവരും കൂടെ ഒത്തുകൂടി വന്നതിൽ. ഈ ഒരു ഔപചാരികമായി എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ ഏഞ്ചലീന മേരി ചേച്ചി മാഡമാണ്. അതേപോലെ നെക്സ്റ്റ് എൻ്റെ സിനിമാറ്റോഗ്രാഫർ നിഖിൽ എസ് പ്രവീൺ, ഡയറക്ടറും റൈറ്ററും എൻ്റെ ഗുരുവായിട്ടുള്ള ജൂഡ് ആൻ്റണി ജോസഫ് സാർ, അനിക സുരേന്ദ്രൻ, അതുപോലെ നമിത പ്രമോദ് ആൻഡ് ആനന്ദ് റോഷൻ. ഇവരാണിപ്പോൾ വേദിയിലുള്ളത്. ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്യു തോമസ് ആണ്. മാത്യു മറ്റൊരു സിനിമയുടെ ഷൂട്ടിലായതുകൊണ്ട് ഇന്നിവിടെ എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ബേസിൽ ജോസഫാണ്. അദ്ദേഹം ഷൂട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ജൂഡ് സാറും ഈ സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പേഴ്സണൽ ഒരു സാർ വേണം കൂടെ എന്നുള്ള എൻ്റെ ഒരു തീരുമാനത്തിൽ വന്ന് ചെയ്തതാണ്. പിന്നെ ശിഷ്യൻ്റെ ഒരു സിനിമ വരുന്നു. അതിൻ്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ കൂടിയാണ് വന്നിരിക്കുന്നത്. ഇനി എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എല്ലാവരും ഒത്തുചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ ഒരു ചെറിയ പടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിൽ ആത്മാർത്ഥമായി ഞങ്ങൾ എല്ലാ ക്രൂവും നന്നായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പുതിയ ഡയറക്ടർ, ഒത്തിരി പുതുമകളെ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. അങ്ങനെ ഒരു വലിയൊരു നിലയിലേക്ക് ഇനി വന്നുകൊണ്ടിരിക്കും. എല്ലാവരും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. നന്ദി. എൻ്റെ പേര് നിഖിൽ എന്നാണ്. ഞാൻ സിനിമാറ്റോഗ്രാഫറാണ്. എനിക്ക് തോന്നുന്നത് 2011 തൊട്ടുള്ളൊരു പരിചയമാണ് സഞ്ജുവായിട്ട്. സഞ്ജു ന്യൂയിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ കൊച്ചിൻ മീഡിയ സ്കൂളിലായിരുന്നു. അന്നോട്ടുള്ളൊരു പരിചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 27 റിലീസ് ചെയ്യുന്ന കപ്പ് എന്ന സിനിമയിൽ വരെ എത്തി നിൽക്കുന്നത്. നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അതിനുശേഷം ഒന്നിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് കപ്പ് എന്നുള്ള സിനിമ യാഥാർത്ഥ്യമായി ചെയ്തിരിക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സഞ്ജു പറഞ്ഞ പോലെ ഞാൻ ഒരു ഗുരുവൊന്നുമല്ല. എൻ്റെ 4 സിനിമകളിൽ വർക്ക് ചെയ്ത ഒറ്റ അസിസ്റ്റന്റ് ഡയറക്ടറും പിന്നെ രണ്ടാമത് എൻ്റെ കൂടെ വർക്ക് ചെയ്യിക്കാറില്ല. ഞാൻ അങ്ങനെ ഒരു ടീമായിട്ടൊന്നും വെക്കാറില്ല. അതുകൊണ്ട് എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സഞ്ജുവിൻ്റെ ആദ്യ സിനിമയാണ്. അപ്പോൾ സഞ്ജു എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വേണം ഒരു പടത്തിൽ ചെറിയ വേഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2012 ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചെന്ന് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടറിയണം എങ്ങനെയുണ്ടെന്ന്. പടം ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഈ പടം ഹിറ്റായാൽ എല്ലാ ക്രെഡിറ്റും അവനും. പടം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പ്രശ്നം അവൻ തന്നെയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സഞ്ജു. കാരണം സഞ്ജു എൻ്റെ പടത്തിൽ വരുമ്പോൾ ഓം ശാന്തി ഓശാനിൽ ആദ്യം ക്ലാപ്പ് ചെയ്തിരുന്നത് വേറൊരാളായിരുന്നു. അപ്പോൾ ഒരു മടിയനായിരുന്നു പുള്ളിക്ക് കാലിൽ നീരാണെന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ മുങ്ങി. പടം തുടങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുങ്ങി. അപ്പോൾ അങ്ങനെയാണ് വേറൊരാൾ പറഞ്ഞിട്ടാണ് സഞ്ജു വരുന്ന പടത്തിൽ. പക്ഷേ സഞ്ജു വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്നൊരു ആളാണ്. സിനിമയോടൊക്കെ വളരെ പാഷനുള്ള ഒരാളാണ്. അപ്പോൾ ആ തരത്തിൽ സഞ്ജു ഉടനെ തന്നെ സിനിമ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. അതിന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ADസിൻ്റെ അടുത്ത് ഞാൻ പറയാറുള്ള ഒരു കാര്യമുള്ളൂ, 3 സിനിമയ്ക്കുള്ള അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് അതിന് മുമ്പ് പടം ചെയ്തോളാം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ കറക്റ്റായിട്ട് 3 സിനിമയൊക്കെ നിർത്തി. അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ നിർത്തുകയാണ്, എൻ്റെ 3 പടമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവൻ ചെയ്തു. എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിൻ്റെയും പ്രൊഡ്യൂസർ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആലിഞ്ഞേട്ടൻ ചേച്ചിയുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ സ്വന്തം
ആളുകൾ എന്ന് പറയാവുന്ന ഒരു, പിന്നെ മാത്യു, ബേസിൽ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. ബാക്കി നമുക്ക് വഴിയെ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ കപ്പ് എന്നുള്ള സിനിമയിൽ ഞാനും ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സഞ്ജേട്ടൻ വന്ന് കഥ പറഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ആൻഡ് അതിൻ്റെ കൂടെ ലീനാൻറ്റിയായിട്ടും ആൻറ്റണി അങ്കിളുമായിട്ടും ഒരു ഫാമിലിയായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളതാണ്. സോ ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സോറി, എനിക്ക് ഇച്ചിരി ഫീവർ ഉണ്ട്, സോ കോഫി വന്നിരിക്കും. പക്ഷേ എൻ്റെ പേര് റിയ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ഫസ്റ്റ് ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ഫിലിം ആസ് ആൻ ആക്ട്രസ്. സഞ്ജു ചേട്ടനാണ് ഡയറക്ടർ. എനിക്ക് ആക്ച്വലി ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആൽവിൻ ആൻ്റണി അങ്കിൾ കൂടെയാണ്. അവരെൻ്റെ ഫാമിലി ഫ്രണ്ട്സാണ്. സോ അതുവഴി എനിക്ക് ഓഡിഷന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ഉടനെ അതെടുത്തു. ആൻഡ് എനിക്ക് അതിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഈ കപ്പ് എന്ന് പറഞ്ഞ സിനിമ സെപ്റ്റംബർ 27 റിലീസാകുമ്പോഴാണ്. ആൻഡ് 2 ദിവസം കൂടെ ഉള്ളൂ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല റിപ്പോർട്ട് വരണമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രസ് മീറ്റിലിരിക്കുന്നത്. കപ്പ് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മൂവിയാണ്. കാരണം ഇതുവരെ എൻ്റെ കരിയറിൽ ഞാനൊരു സ്പോർട്സ് ഡ്രാമ ചെയ്തിട്ടില്ല. എനിക്ക് സഞ്ജുവിനെ കുറേ വർഷങ്ങളായിട്ട് അറിയാം. അതുപോലെ അനന്യ ഫിലിംസ്, ലീനാൻറ്റിയും ആൻ്റണി അങ്കിളിനെയും ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. നമ്മൾ ഒരുമിച്ച് ഇതിന് മുന്നേയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് ലീനാൻറ്റി ആൻ്റണി അങ്കിളും വിളിച്ചു പറഞ്ഞു, ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കുറേ വർഷത്തിന് ശേഷം സഞ്ജു എൻ്റെ അടുത്ത് ഈ കഥ നറേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. നമ്മളെല്ലാവരും, എനിക്ക് ചൂടായിരുന്നു, അനിക്കയും റിയയൊക്കെ ആയിട്ടായിരുന്നു, മാത്യു ആയിട്ടായിരുന്നു കോമ്പിനേഷൻ. ആദ്യമായിട്ടാണ് ഞാനൊരു കോച്ചായിട്ട് അഭിനയിക്കുന്നത്. സ്പോർട്സ് ഡ്രാമ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു കോച്ചാണ്. അപ്പം ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങൾ ഒരുമിച്ച് ഇറ്റ് ഫൺ വർക്കിംഗ് ലൈക്ക് വിത്ത് ഓൾ ഓഫ് ദം. ആൻഡ് ഐ ഹോപ്പ് നന്നായിട്ട് സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് 27th സിനിമയാണ്. താങ്ക് യു. നമസ്കാരം. നമിത പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു പ്രസ് മീറ്റ് ആദ്യമായിട്ടാണ്. സഞ്ജുവിനായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കപ്പിലേക്ക് എന്നെ എത്തിച്ചത്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഞാനിതുവരെ അതിന് നന്ദിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അത് പറയേണ്ട ആവശ്യവും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ഒഫീഷ്യലി നന്ദി അറിയിക്കുന്നു. ആൽവിൻ സാറിനായാലും ചേച്ചിക്കായാലും നമ്മളിവിടെ കപ്പിൻ്റെ ഭാഗമാക്കിയതിൽ. പിന്നെ കൂടുതൽ ഒന്നും ഇപ്പോൾ പറയാനില്ല. ഇതിൽ പ്രവീൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. മാത്യുവിൻ്റെ സിസ്റ്ററെ ഒരു കാമുകനായിട്ട് പെയറായിട്ട് നന്നായിട്ട് വന്നിട്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി എന്തായാലും സിനിമ തിയേറ്ററിലെത്തി ഇതൊരു വലിയ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.